കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പെരുമ്പാവൂർ സുൽത്താൻ ബത്തേരി സീറ്റുകളിൽ പ്രതിസന്ധി. പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലെത്തി. പെരുമ്പാവൂരിൽ മത്സരിക്കാൻ താൻ യോഗ്യനെന്നാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പ്രതികരണം. കേൾക്കാം. അല്ല, നിലവിൽ KPCC പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല കാര്യങ്ങൾ. പാർലമെൻറ്റ് തിരക്കായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അധികം സമയം കിട്ടിയില്ല. ഇതിനുശേഷം കിട്ടും. ഞാൻ മത്സരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് കരുതി മതി. വിനീത VG വിവരങ്ങളുമായി. വിനീത, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അനിശ്ചിതത്വം? എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലൊക്കെ എത്താനുള്ള സാഹചര്യം എന്താണ്? അനുജ, നേരത്തെ തന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നൽകിയേക്കില്ല എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് എൽദോസ് കുന്നപ്പള്ളി ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയുമായും എൽദോസ് കുന്നപ്പള്ളി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം നമ്മളോട് പ്രതികരിക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞത് താൻ എന്തുകൊണ്ടും യോഗ്യനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇത്തരത്തിലേക്ക് ഒരു അതൃപ്തി അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ട് തന്നെ വിഭിന്ന അഭിപ്രായങ്ങൾ കൂടി ഉണ്ടാകുമല്ലോ, താൻ എന്തുകൊണ്ടാണെങ്കിലും ഈ മത്സരിക്കാൻ യോഗ്യനാണെന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നേതൃത്വത്തിന്റെ നിലപാട് തനിക്ക് അനുകൂലമാകുമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ്. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരും. സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് കൂടി വേണ്ടിയാണ് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് എൽദോസ് കുന്നപ്പള്ളി ഡൽഹിയിലെത്തി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. മധുസൂദൻ മിശ്രയുമായും നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായാണ് നേതാക്കൾ അല്പസമയത്തിനകം ഈ AICC ആസ്ഥാനത്തേക്ക് എത്തുക. അതിനുശേഷം നാളെയാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി യോഗമായിരിക്കും അന്തിമ പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നത്. അതിന് മുന്നോടിയായുള്ള യോഗങ്ങളും അതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ചകളുമാണ് ഇപ്പോൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.